കേന്ദ്ര സർക്കാരിനും ബി.ജെ.പിക്കും കനത്ത തിരിച്ചടിയാണ് അരവിന്ദ് കെജ്രിവാളിന് അനുവദിച്ച ഇടക്കാല ജാമ്യം. ഉപാധികളോടെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോവുകയോ ഫയലുകളിൽ ഒപ്പിടുകയോ ചെയ്യരുത്. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ പറയരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ജാമ്യം അനുവദിച്ച 4 കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്. കേസ് രജിസ്റ്റർ ചെയ്യുന്നത് 2022 കെജ്രിവാളിന്റെ അറസ്റ്റ് നടന്നത് 2024 മാർച്ചിലും. ഇക്കാലയളവിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മറ്റ് കേസുകളുമായി ഇതിനെ താരതമ്യം ചെയ്യരുത്. 21 ദിവസം കെജ്രിവാൾ പുറത്തു വരുന്നതുകൊണ്ട് കേസിൽ മാറ്റങ്ങളൊന്നും തന്നെ വരുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അരവിന്ദ് കെജ്രിവാളാണ് മദ്യനയ അഴിമതിയുടെ മുഖ്യ സൂത്രധാരകനെന്നാണ് കുറ്റപത്രത്തിൽ ആരോപിക്കുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔദ്യോഗിക കൃത്യനിർവഹണം പാടില്ലെന്ന് കോടതി വാദത്തിനിടെ കെജ്രിവാളിനോട് നിർദ്ദേശിച്ചിരുന്നു. ഏകാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുന്നതാണ് കോടതി ഉത്തരവെന്ന് മന്ത്രി ഗോപാൽ റായ് അഭിപ്രായപ്പെട്ടു. लोकतंत्र के जो अलग अलग स्तंभ बने आज भी इस तानाशाही के अंधकार युग में भी अपनी भूमिका को निभाए हैं. इसके लिए तहे दिल से बहुत बहुत शुक्रिया. ഇടക്കാല ജാമ്യം ലഭിച്ചതുകൊണ്ട് കുറ്റക്കാരനല്ലാതാകുന്നില്ലെന്ന് ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് വീരേന്ദ്ര സച്ദേവ് ചൂണ്ടിക്കാട്ടി. अंतरिम जमानत मिलना मतलब ये नहीं कि आप अपराध मुक्त हो गए. पैरोल पर भी अपराधी बाहर आते हैं, फिर अपने स्थान पे वापस जाते हैं. അറസ്റ്റ് ചെയ്ത് 50 ദിവസത്തിന് ശേഷമാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുന്നത്. കേസ് റദ്ദാക്കണമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ പിന്നീട് വാദം നടക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ 9 തവണ ഇ.ഡി. സമൻസ് അയച്ചിരുന്നുവെങ്കിലും പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കെജ്രിവാൾ ഒഴിഞ്ഞുമാറി. ഒടുവിൽ മാർച്ച് 21 അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.